കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും പൂളയും ഇറച്ചിയും എന്നൊക്കെ പറയും. ഇത് നമ്മളെ വയനാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ്. ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട്. ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കപ്പ കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ബീഫിൻ്റെ പാർട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലും നെയ്യും പതിരും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ബീഫിൻ്റെ പാർട്സാണിത്. ചിലരിത് ബീഫിൻ്റെ വേസ്റ്റ് ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യുള്ള പാർട്സ് നോക്കിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി നല്ല പഴുത്ത നോക്കിയെടുക്കുക. ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇത് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒന്ന് ബാക്കി വന്നുകൊണ്ട് നടുക്ക് കയറിയിട്ട് എന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3.5 ടേബിൾ സ്പൂണോളം ബീഫ് മസാലയാണ്. ഇത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, നല്ല അത്യാവശ്യം നല്ല എരിവ് വേണം. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല ക്രഷ് ചെയ്ത കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് പെരുംജീരകം ഇത്ര ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതില്ലേ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലപോലെ ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലിട്ടാൽ മാത്രമേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോത്തോളം പാർട്സ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം, ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഒരു 6-7 വിസിലിന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതിന് അപ്പുറത്തൊരു കുക്കറും കൂടി എടുത്തിട്ട് ഞാൻ കപ്പയും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ കപ്പയും ഈ ബീഫും കൂടി കൊള്ളൂല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൽ തന്നെയാണ് നമ്മൾ കപ്പയും വേവിക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതൊരു 4-5 വിസിലിന് വെന്ത് കിട്ടും കേട്ടോ. വയൽ കപ്പയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വേവുണ്ടാവും. അപ്പോൾ ഇതാ കുക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പ ഒരു 4 വിസിലിനും ബീഫ് ഒരു 6 വിസിലിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു ബീഫിൻ്റെ പാർട്സ് വെന്തതിന് ശേഷം കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സാക്കി വേവിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബീഫിൽ കിടന്ന് വേവുമ്പോൾ. ഇതാ ഞാൻ നല്ല പോലെ ഉടച്ചെടുത്തതിന് ശേഷം ബീഫൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ആ ഒരു പാർട്സൊക്കെ നല്ല പോലെ വെന്തിയുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്, വെള്ളം അത്യാവശ്യം വേണം കേട്ടോ. അതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒരു 10-20 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായാലും നമ്മൾ വേവിച്ച് പാർട്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കപ്പയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല വെന്തുടങ്ങിയിട്ട് ഇനി ഇത്ര വേവ് വേണ്ടെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് നല്ലോണം ഉടയണം. വെന്തുടഞ്ഞ ആ കപ്പ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാ നമ്മൾ നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. ഇനി ഈ ഒരു കപ്പയും കപ്പക്കൂട്ടും കപ്പ ബിരിയാണി ആവണമെങ്കിൽ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇതിനെ കപ്പ ബിരിയാണി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കപ്പയും ബീഫിൻ്റെ പാർട്സും കൂടി നല്ലപോലെ മിക്സ് ആവണം. മിക്സായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പോലെ ഉടച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് മാത്രം മൂടി വെച്ചിട്ട് ആവി ഒന്ന് കയറ്റിച്ചെടുത്താൽ നമ്മൾ കപ്പ ബിരിയാണി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീൽ എൻ്റർടൈൻമെൻറ്റ്.